കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ? അങ്ങനെ നാളത്തെ പ്രൊമോ വിശേഷം നമ്മൾ കാണുന്ന അനന്തപുരിയിലെ അടുക്കളയിൽ കിടന്ന് തലയും കുത്തി മറിയുന്ന ജലജേനൻ ദേവേനെയാ കാണുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ, കാരണം നയന ഉണ്ടായിരുന്ന സമയത്ത് ഒന്നും അറിയണ്ടായിരുന്നു. കൈ കഴിയും അങ്ങോട്ട് ചെന്ന് ഇരുന്നാൽ മാത്രം മതിയായിരുന്നു. പക്ഷേങ്കിൽ 8ന്റെ പണിയാ നയന അവിടെ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് കിട്ടുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു നയന വീട്ടിൽ നിന്ന് പോയാലും മുത്തശ്ശിക്കും നല്ല സങ്കടം ഉണ്ടായിരുന്നു. മുത്തശ്ശൻ തന്റെ വിഷമങ്ങൾ മുത്തശ്ശിയോട് പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു, എന്തായാലും കുഴപ്പമൊന്നുമില്ല, നയനമോൾ 2 ദിവസങ്ങൾ ആണെങ്കിൽ അവിടെ പോയി സമാധാനത്തോടെ കഴിയട്ടെ, ഇവിടെ ഉള്ളവര് കുറച്ച് പഠിക്കാനുണ്ടെന്ന് പറയാം. മുത്തശ്ശി പറഞ്ഞാൽ ശരിയാ, പക്ഷെ മുത്തശ്ശന്റെ മെഡിസിന്റെ കാര്യത്തിലൊക്കെ മുത്തശ്ശിക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ആ കൃത്യസമയത്ത് എല്ലാ കാര്യങ്ങളും എടുത്തു കൊടുത്തോണ്ടിരുന്ന നയനമോളായിരുന്നു. ഒന്നും പറയണ്ട, എല്ലാം ആ സമയത്ത് തന്നെ വന്ന് എടുത്തു കൊടുക്കും. പിന്നീട് മുത്തശ്ശി വിളിച്ച് മെഡിസിനെ കുറിച്ചൊക്കെ നയനോട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശന് ഏത് മെഡിസിനാ കൊടുക്കണമെന്നൊക്കെ. അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴാണ് നയനയുടെ അരികിലേക്ക് ഗോവിന്ദൻ വരുന്നേ. ഗോവിന്ദൻ വന്നിട്ട്, ആരാ മോളെ വിളിച്ചേ? അമ്മയാണോ നോക്കിയ? അമ്മയല്ല, മുത്തശ്ശിയാ വിളിച്ചത്. എന്ത് പറ്റി മോളെ? അല്ല, മുത്തശ്ശന് കൊടുക്കേണ്ട മെഡിസിനെ കുറിച്ചൊക്കെ ചോദിക്കാനായിട്ട്. ആ മോളായിരുന്നു അല്ല എടുത്തു കൊടുത്തോണ്ടിരുന്നേ. അതെ അച്ഛൻ, ഞാനാ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നേ. ഒരു പക്ഷെ ഞാൻ അവിടുന്ന് പോകുന്നതിൽ ഏറ്റവും കൂടുതൽ വിഷമം മുത്തശ്ശിക്കും തന്നെയായിരിക്കും. കാരണം മുത്തശ്ശന്റെ കാര്യങ്ങളൊക്കെ ഞാനല്ലേ നോക്കിക്കൊണ്ടിരുന്നേ. ഈ സമയം ഗോവിന്ദൻ പറഞ്ഞു, അല്ല അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ അവർ നോക്കുമായിരിക്കും. ഇനിയിപ്പൊ ഞാനില്ലെങ്കിലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നാ അവിടുത്തെ അമ്മ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ 2 ദിവസം മാറിയിരുന്നാലും കുഴപ്പമില്ല. പിന്നെ ജാനകിയളമ്മയെ പറഞ്ഞിരിക്കുന്നത് 2 ദിവസം എന്നോട് ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് ചെന്നാൽ മതി എന്നാ പറഞ്ഞേ. ഗോവിന്ദൻ പറഞ്ഞു, ശരിയാ, മോളുടെ വില എന്താന്ന് അവരും കൂടെ മനസ്സിലാക്കട്ടെ എന്ന് പറയും. അങ്ങനെ മനസ്സിലാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛാ. പോരാത്ത എൻ്റെ അമ്മയല്ലേ, എൻ്റെ അമ്മ മനസ്സിലാക്കുമോ എനിക്കറിയത്തില്ല. ആദർശേണ്ണും അമ്മയെ മാത്രം എന്നെതിരായിട്ട് അംഗീകരിക്കാത്തുള്ളൂ. ഞാൻ എത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും ആദർശേണ്ണൻ അതൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാണ്ട് സാധിക്കുന്നില്ല. ഒരു പക്ഷേങ്കിൽ അമ്മ പറയുന്നോണ്ടായിരിക്കും ആദർശേണ്ണൻ എന്നെ ഇതുവരെയായിട്ടൊരു ഭാര്യയായിട്ട് പോലും കാണാൻ സാധിക്കാത്തതെന്ന് പറയാം. ഒന്നും പറഞ്ഞു, അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട കേട്ടോ. മോളെ ഒരു ദിവസം അവരൊക്കെ അംഗീകരിക്കുന്ന ദിവസം വരും. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, എനിക്കങ്ങനെ ഇപ്പോഴങ്ങനത്തെ ഒരു പ്രതീക്ഷകളൊന്നും ഇല്ല. ഒരു പക്ഷേങ്കിൽ മുത്തശ്ശന്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. മുത്തശ്ശന്റെ അപകടം ഉണ്ടാവരുത്, ഒരാപത്തും വരത്തില്ല. അത് മാത്രം എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം എന്ന് പറയാം. പിന്നെ നന്ദുവിന് എന്തോ മനസ്സിന് വല്ലാത്തൊരു വിഷമം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം 2 ദിവസം ഇവിടെ വന്ന് നിൽക്കാന്ന് കരുതി. അല്ലെങ്കിൽ മുത്തശ്ശനെ ഇട്ടിട്ട് ഒരു കാരണവശാലും ഞാൻ ഇങ്ങോട്ട് വരത്തില്ലായിരുന്നു പറയാം. അല്ല, നന്ദുവിന് എന്ത് പറ്റിയെച്ചാൽ ഞാനാണ് അവളോട് ചോദിച്ചിട്ട് അവളൊന്നും പറയുന്നില്ലോ എന്ന് പറയാം. എന്താണെന്ന് അറിയത്തില്ല മോളെ, അവൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒരു പക്ഷെ പുറത്തു പോകാത്തതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞ് ഗോവിന്ദൻ അങ്ങോട്ട് ഒഴിവാകുവാണ്. ഗോവിന്ദന് മറ്റൊന്നും തുറന്നു പറയാൻ പറ്റില്ല. അനിയായിട്ടുള്ള കാര്യത്തെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഈ സമയത്ത് കനക നേരെ അടുക്കളയിലേക്ക് വരുമ്പോൾ അവിടെ കാര്യങ്ങളൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അങ്ങോട്ട് ജലജ അതോടൊപ്പം ദേവേനയും കൂടെ അങ്ങോട്ട് വരുന്നത്. ഇപ്പം കന ചോദിച്ചു, അല്ല അടുക്കളയിലൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും തയ്യാറായിട്ടില്ലോ എന്ന് അറിയണം. അപ്പൊ അതന്വേഷിക്കാൻ വന്നായിരിക്കും അല്ലേ? നിന്റെ വിചാരം എന്താ? നിന്റെ മോളുണ്ടെങ്കിൽ മാത്രം എടുത്ത കാര്യങ്ങളൊക്കെ നടക്കോളെന്ന്. അത് വെറും തോന്നല് മാത്ര. അതൊക്കെ കൃത്യസമയത്ത് തന്നെ ആക്കാൻ ഞങ്ങൾക്കറിയാം. നീയോ നിന്റെ മോളോ ഇവിടെ ഇടപെടണ്ടെന്ന് പറയാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ. ശരി, ഞാനും എൻ്റെ മോളോ ഇടപെടാൻ വരുന്നില്ല. നബിയനെ ഉദ്ദേശിച്ച് ഞങ്ങൾ രണ്ടും ഒന്നിനും ഇടപെടുന്നില്ല. നിങ്ങൾ തന്നെ കാര്യങ്ങളൊക്കെ നടത്തിക്കോളാൻ പറയാം. ശരി, നീയും നിന്റെ മോളും ഇല്ലെങ്കിലും ഇവിടെ എന്തൊക്കെ നടക്കുന്നു കാണിച്ചു തരാന്ന് പറഞ്ഞ് കനകേനെ വെല്ലുവിളിക്കുകയാണ് ദേവേനെ അങ്ങോട്ട്. പിന്നീട് അങ്ങോട്ട് ചെല്ലുമ്പം മുത്തശ്ശി ചോദിച്ചു, അല്ല രണ്ടുപേരും കൂടെ എന്താ ഭയങ്കരമായിട്ട് എന്തോ ചർച്ചയിലാണല്ലോ തോന്നല്ലോ എന്ന് ദേവേനോട് പറയണം. അല്ലമ്മേ, നയന ഇവിടെ ഇല്ലെങ്കിൽ എന്തോ ഇവിടെ ഒന്നും നടക്കില്ല, ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല, ഇവിടെ ആരും ഫുഡ് കഴിക്കില്ലെന്നൊക്കെയാ നയനയുടെ അമ്മ പറയണേ. ഞാൻ അവരോട് പറഞ്ഞു, നീ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കണ്ട, ഞങ്ങൾക്ക് തന്നെ നോക്കാനേ. ഇതിനു മുമ്പ് നമ്മൾ തന്നെ നോക്കിക്കൊണ്ടിരുന്ന കാര്യങ്ങളാ ഇതൊക്കെ. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അതിനകത്തൊരു പുത്തിരിയൊന്നും കാണാനില്ല. ഇത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു, അതെ ഒരു കാര്യമുണ്ട്, മുമ്പ് വേലക്കാരി ഉണ്ടായിരുന്നു, നീ അല്ല വേലക്കാരൻ്റെ പറഞ്ഞു വിട്ടെ. അപ്പൊ വേലക്കാരി ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പം അവൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യില്ലായിരുന്നു ചോദിക്കും. വേലക്കാരി ഇല്ലെങ്കിലും എനിക്കും ജലജയ്ക്കും ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഉള്ളൂ, ഞങ്ങൾ കാണിച്ചു കൊടുക്കാം. അവളിവിടെ ഒറ്റയ്ക്ക് ചെയ്തോണ്ടിരുന്ന ജോലികളല്ലേ, പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്താൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കാം. മുത്തശ്ശി ഈ സമയം മനസ്സിൽ ചെയ്തൊന്ന് കാണണമല്ലോ, നന്നായിട്ട് കാണണം. ഈ സമയത്ത് ജാനകി എവിടെയില്ല. ജാനകിയാണെങ്കിൽ വിവാഹം ക്ഷണിക്കാനായിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോയേക്കുക. പിന്നെ പോയിട്ട് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ജർജിയും ദേവേനേ ഉള്ളൂ. നബീനെ കൊണ്ട് അങ്ങനെ ജോലികളൊന്നും ചെയ്യിക്കാനും പറ്റില്ലോ, നബി പ്രഗ്നന്റ് അല്ലേ, കനകയോടൊട്ട് ചെയ്യണ്ടെന്നും പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് മാറിപ്പോയിട്ട് ദേവേനെ കനകയോട് പറഞ്ഞു, അതെ ഇവിടുത്തെ ജോലികളൊക്കെ നമ്മൾ രണ്ടുപേരും തന്നെ ചെയ്യണം, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു ഭാവമുണ്ട്. നമ്മൾ ഈ അടുക്കള കയറി ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ജോലികളൊന്നും തീരത്തില്ല, എല്ലാം നയനയെ കൊണ്ട് മാത്രം സാധിക്കണം എന്നൊക്കെ. ഈ സമയം ജർജ പറഞ്ഞു, ശരിയാ, അല്ലെങ്കിലും
അവറ്റുകൾ രണ്ടെണ്ണം ഇങ്ങോട്ട് കയറി വന്നതിന് ശേഷം ഈ കുടുംബത്തിൽ സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. പിന്നെ അവൾമാരെ ഇവിടെ മഹാറാണിമാരായിട്ട് വാഴിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ നമ്മൾ അവൾമാരെ അടുക്കളയിലേക്ക് പോസ്റ്റ് ചെയ്തേ. പക്ഷെ അത് ഇവിടെ ഉള്ളവർക്ക് എന്തോ അറിയാവുള്ളെന്ന് ചോദിക്കുകയാണ്. ജലജയുടെ മനസ്സിലിരിപ്പ് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുക. എന്നാൽ ശരി, നമുക്ക് തുടങ്ങിയേക്കാന്ന് പറയാം. പക്ഷെ കനക എന്ത് ചെയ്യണം, ഇതൊക്കെ കണ്ട് ചിരിച്ചോണ്ട് മാറി നിൽക്കുക. കനകയ്ക്കറിയാം ഓന്തോടിയോ എവിടം വരെ കോടിപ്പോയ വേലി വരെ. കാരണം ഇവരെത്ര കിടന്ന് ഓടിയെന്ന് പറഞ്ഞാലും വൈകുന്നേരം ആകുമ്പത്തേനും ഇവരുടെ കാര്യത്തിലൊരു തീരുമാനമാവും. കാരണം ഈ വീട്ടിലെ ജോലികൾ ചില്ലറയല്ലെന്ന് കനകയ്ക്കും അറിയാം. തന്നോടും ഒന്നും ചെയ്യണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. പോരാത്തിന് മുത്തശ്ശിയും പറഞ്ഞു കനകയോടൊന്നും ചെയ്യണ്ട, അവർ തന്നെ ചെയ്തോട്ടെ, അവർ തന്നെ ചെയ്യുമെന്നല്ല പറഞ്ഞേ. പിന്നെ നീ അതിനകത്തേക്ക് ഇടപെടാൻ പോകണ്ടെന്ന് പറയുകയും ചെയ്തു. അതുകൊണ്ട് കനക ആ ഭാഗത്തേക്ക് മൈൻഡ് ചെയ്യാൻ പോലും പോയില്ല. ഈ സമയത്ത് ആദർശ് ആകപ്പെട്ടൊരവസ്ഥയായിരുന്നു. ആദർശാണെങ്കിൽ നയന ഇല്ലാത്തതുകൊണ്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. കാരണം കാര്യങ്ങളൊക്കെ നടക്കണം. കാരണം നയന ഉണ്ടെങ്കിൽ പോകാൻ സമയമാകുമ്പോഴത്തേനും എല്ലാ കാര്യങ്ങളും ആദർശിൻ്റെ എടുത്തു. ഫയലാണെങ്കിൽ ഫയല്, ഡ്രസ്സാണെങ്കിൽ ഡ്രസ്സ് എല്ലാം അയൺ ചെയ്ത് എടുത്തു വെക്കും. എടുത്തിട്ടോണ്ട് അങ്ങോട്ട് പോയാൽ മാത്രം മതി. പക്ഷെ നയന ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് ആദർശിന് ഫീൽ ചെയ്യുക. അങ്ങനെ ആദർശ് ഒരു ഫയൽ തപ്പി. ഫയൽ കുറേ നോക്കിയിട്ടും കാണുന്നില്ല. അവസാനം നയനയെ വിളിക്കുവാണ്. നയനെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല ആ ഫയൽ എവിടെയാ വെച്ച് നിൽക്കുക? ഏത് ഫയല്? പിന്നെ ഫയലിന്റെ ഇതൊക്കെ പറയണോ? അതോ അത് ആ കബോർഡിനകത്ത് ആ സൈഡിൽ ഇരിപ്പുണ്ട് ആദർശേട്ടാന്ന് പറയും. അപ്പം ഞാനില്ലെങ്കിലും എൻ്റെ ആവശ്യം വരുന്നുണ്ടല്ലേ നിൽക്കൂ. ഓ പിന്നെ അതുകൊണ്ടൊന്നും അല്ലാന്ന് പറയാം. അല്ല നീ എന്തിനാ അവിടെ പോയി നിൽക്കുന്നതെന്ന് ചോദിക്കുക. നിന്റെ അമ്മ ഇവിടെയാണല്ലോ, പിന്നെ നീ അവിടെ പോയി നിൽക്കേണ്ട ആവശ്യമുണ്ടോന്ന് ചോദിക്കുക. അത് പിന്നെ ആദർശേട്ടാ അമ്മയും കൂടെ ഇവിടെ ഇല്ലല്ലോ, അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോന്നാന്ന് പറയും. അല്ല നീ എന്നാ ഇങ്ങോട്ട് തിരികെ വരുന്നതെന്ന് ചോദിക്കുക. 2 ദിവസം കഴിഞ്ഞ് വരാന്നോർത്തായിരിക്കണേ. എന്തോ നന്ദുവിന് എന്തോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണെന്ന് തോന്നേ. അപ്പം നന്ദുവിന്റെ മനസ്സിൽ എന്താണെന്ന് അറിയണം. അതിന് ശേഷം അങ്ങോട്ട് വരാന്നോർത്തായിരിക്കണേ. ഈ സമയം ആദർശ് നിങ്ങളുടെ അനിയത്തിയല്ലേ, ചേട്ടത്തി അനിയത്തിയുടെ ഏറ്റവും ഇളയ അനിയത്തിയല്ലേ, അപ്പം നിങ്ങളുടെ പാത തന്നെയായിരിക്കും അവളും പിന്തുടർന്നിരിക്കുന്നത്. ഒരു പക്ഷെ അവളുടെ മനസ്സിൽ ചിലപ്പം ഏതെങ്കിലും ചെറുപ്പക്കാരൻ കൂടിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവളുടെ വിഷമം. അത് അവളോട് ആദ്യം ചോദിച്ചു നോക്ക്, എന്തെങ്കിലും മാത്രം അവളുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. അത് കേട്ട് നയന പറഞ്ഞു, ഇതേ വേറെ ആരെക്കുറിച്ച് വെള്ളം പറഞ്ഞു, പക്ഷെ എന്നെ നന്ദുവിനെ കുറിച്ച് അങ്ങനെയൊന്നും പറയില്ലെന്ന് പറയാം. ഓ നിന്റെ നന്ദു വെച്ചാന്ന് വെച്ചാൽ ആണുങ്ങളുടെ വേഷം കെട്ടി നടക്കുന്നുണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കുക. ഏയ് എന്റെ നന്ദു അങ്ങനെ ഒരു ചെറുക്കന്മാരുടെ പുറകെ പോകുന്നല്ല, പെൺകുട്ടിയൊന്നും അല്ല എന്ന് പറയാം. നമുക്ക് കണ്ടറിയാം എന്നും പറഞ്ഞ് ആദർശ് ഫോൺ വെക്കുവാണ്. ഈ സമയം നയനയ്ക്ക് നല്ല ഒരു സംശയം വന്നു. ഇനി പക്ഷെ നന്ദുവിന്റെ മനസ്സിൽ ഇപ്പൊ ആരെങ്കിലും ഉണ്ടായിരിക്കോ, അതുകൊണ്ടായിരിക്കും അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ. ആ ഒരു ടെൻഷൻ ഉണ്ടാവുന്നുണ്ട്. നന്ദുവിനോട് ചോദിച്ചു നോക്കിയാൽ ഒരു പക്ഷെ അവൾ പറയുമോന്ന് പോലും സംശയം. എന്നാലും ചോദിക്കാതിരിക്കാൻ പറ്റില്ല. പിന്നീട് നയന മുറിയിലേക്ക് വരുമ്പോൾ നന്ദു മുറിയിലിരിക്കുന്നുണ്ടായിരുന്നു. എന്താ നന്ദു, നിനക്ക് എന്താ പറ്റി? നിന്നോട് വന്നപ്പത്തോടെ ഞാൻ ചോദിക്കണം എന്ന് ഓർക്കുന്ന കാര്യമാണ്. നിനക്ക് എന്തോ കാര്യമായിട്ട് മനസ്സിൽ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. നീ അനിയോട് തുറന്നു പറഞ്ഞില്ല. നിന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അനി? അവൻ കല്യാണം വിളിക്കാൻ വന്നിട്ട് പോലും നീ അവനെ മൈൻഡ് പോലും ചെയ്തില്ല. എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീക്ക്? ഒന്നുമില്ല. അന്നൊരു കാര്യം ചെയ്യാം, ഞാൻ നിന്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചോളാന്ന് പറയാം. വേണ്ട വേണ്ട നയനടുത്ത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയാം. അതെന്താ കുഴപ്പം? നിന്റെ ഫ്രണ്ട്സിനോട് ചോദിക്കണം, അവർ സത്യം എന്താ തുറന്നു പറയില്ലേ? എനിക്കതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അറിയാലോ എന്തോ കാര്യമായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇവളോട് ചോദിച്ചാൽ ഒരു കാരണവശാലും ഇവള് ചിലപ്പം സത്യങ്ങളൊന്നും പറയാൻ പോകുന്നില്ല. എങ്ങനെ അത് കണ്ടുപിടിക്കണം? 2 ദിവസം കൂടെ ഉള്ളൂ. 2 ദിവസത്തിലുള്ള അത് കണ്ടുപിടിച്ചിട്ട് വേണം തിരികെ അനന്തപുരിയിലേക്ക് പോവാനായിട്ട്. ഈ സമയം ജലജയും ദേവേനും കൂടെ അടുക്കളയിലേക്ക് കയറും. അടുക്കളയിൽ കയറി രണ്ടുപേരും കൂടെ പോയി നോക്കി നിൽക്കുക. എവിടെ നിന്ന് തുടങ്ങണമെന്ന് അവർക്ക് അറിയത്തില്ല. ജലജ പറഞ്ഞു, ഞാൻ കുറേ നാളായി അടുക്കള കയറിയിട്ട്. ദേവേനും പറഞ്ഞു, ഞാനും അങ്ങനെ തന്നെയാ. അവള് വന്നേ പിന്നെ എല്ലാ ജോലികളും അവളല്ലേ ചെയ്തോണ്ടിരുന്നേ. ഇപ്പൊ എല്ലാം പാചകം പോലും മറന്നുപോയെന്ന് പറയാം. ഈ സമയം കനക വാതക്കളിലേക്ക് വന്നു. കനക നോക്കുക രണ്ടുപേരും കൂടെ എന്താ ചെയ്യുന്നതെന്നുള്ളത്. ജലജ തെങ്ങ് നോക്കി ഒരുത്തി വന്ന് നോക്കി നിൽക്കുന്നുണ്ടോ? നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്ന അറിയാൻ വേണ്ടി നോക്കി നിൽക്കുന്ന. അവളുടെ വിചാരം അവളുടെ മോള് മാത്രം ഇവിടെ കയറി എല്ലാം ഉണ്ടാക്കുള്ളൂ, കാണിച്ചു കൊടുക്കാന്ന് പറയണം. ദേവേനും ശരിയാ, ഇന്ന് നമ്മളെല്ലാം ഡിന്നറൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെടണം എന്ന് പറയാം. ശരിയാന്ന് പറയാം. അങ്ങനെ രണ്ടുപേരും കൂടെ ഫുഡ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ നടത്തുവാണ്. ഈ സമയം കനക വന്ന് പതുക്കെ ചിരിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. കനകയ്ക്ക് മനസ്സിലായി രണ്ടുപേരുടെയും കൂടെ പണിയെടുത്തുനിന്ന് നടുപൊടിയെന്നുള്ള കാര്യം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഇനിയിപ്പോ നയന നന്ദുവിന്റെ ഉള്ളിലുള്ള സത്യം എന്താന്ന് കണ്ടുപിടിക്കുമെന്ന് അറിയത്തില്ല. അനിയ ഇനി അവളുടെ മനസ്സിലുള്ളതെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നു പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പൊ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാം കേട്ടോ എന്തൊക്കെയാ നടക്കാൻ പോണേന്ന്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.